Article 21. Right to life and personal liberty. No person shall be denied or deprived of right to life and personal liberty except according to the procedure established by law. These includes right to clean environment, right to sanitation, right to privacy, right to marry the person of choice, right to choose life partner, etc. This does not define what is life or personal liberty is, but says it means more than animal existence but dignified human existence. Supreme Court in Maneka Gandhi case defined it properly. Procedure established by law means legal restriction on right to life and personal liberty. ആർട്ടിക്കിൾ 21 എന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഓരോ സിറ്റിസണും ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഉണ്ട്. അതേസമയം ഇത് ഒരു അബ്സല്യൂട്ട് റൈറ്റ് അല്ലാന്ന് നമുക്കറിയാമല്ലോ. അത് കാരണം അതിന് ചില ലീഗൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്താണെന്ന് വ്യക്തമായി കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതൊരു മിയർ അനിമൽ എക്സിസ്റ്റൻസ് അല്ല, മറിച്ച് ഡിഗ്നിഫൈഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആണ് എന്ന് വിശദമായി പറയുന്നുമുണ്ട്. ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡഡ് ബൈ ദ 86th Amendment 2002 provided for free and compulsory education to all children between the age of 6 to 14 years, elementary and primary education. Article 22. Protection against arrest and detention. Person who is arrested shall be detained in custody with informing the grounds for such arrest, shall have the right to consult and to be defended by a legal practitioner of his choice. Proceed before the nearest magistrate within the period of 24 hours of arrest, excluding the time necessary for the journey from the place of arrest to court. This law is not applicable to enemy alien people detained under preventive detention laws. Article 21A Right to Education. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നൽകണം എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഏത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടതുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ ചോയ്സിലുള്ള ഒരു ലീഗൽ പ്രാക്ടീഷണറിനെ തിരഞ്ഞെടുക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതുപോലെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം നിയറസ്റ്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തിനെ ഹാജരാക്കണം. അതുപോലെ ഏലിയൻ എനിമീസ്, അതുപോലെ പീപ്പിൾ ഡിറ്റൈൻ അണ്ടർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോസ് ഇതിനൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. ആർട്ടിക്കിൾ 23 പ്രൊഹിബിഷൻ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. Traffic in human beings and beggars and other similar form of forced labor are prohibited. Slavery, bonded labor exception. State may impose compulsory service for public purposes as punishments. ആർട്ടിക്കിൾ 23 പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ ബെഗേഴ്സിനെ ട്രാഫിക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോഴ്സ്ഡ് ലേബറോ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനൊരു എക്സെപ്ഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കമ്പൾസറി സർവീസ് ഒരു വ്യക്തിയുടെ മേൽ ചുമത്തുകയാണെങ്കിൽ അതൊരു എക്സെപ്ഷൻ ആണ്. അതൊരു പനിഷ്മെന്റിന്റെ രൂപത്തിൽ ചുമത്തുകയാണെങ്കിൽ മാത്രമേ അത് എക്സെപ്ഷനായി പറയാൻ കഴിയുകയുള്ളൂ. ആർട്ടിക്കിൾ 24 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ. Children aged below 14 years are excluded from being employed in hazardous employment such as factory mines. There is restriction for working in hazardous employment only and not an employment as whole. ആർട്ടിക്കിൾ 24 പ്രകാരം പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആണ്. 14 വയസ്സിന് താഴെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ ഹസാഡസ് വർക്ക്സ് ആയ ഫാക്ടറി, മൈൻസ് തുടങ്ങിയവയിൽ ജോലി ചെയ്യാനായിട്ട് പാടില്ല. ഇതിന് എക്സെപ്ഷൻ നോക്കുകയാണെങ്കിൽ അവർക്ക് മിൽക്ക് ഡെലിവറി, ഹോട്ടൽസിൽ ക്ലീനേഴ്സ് ആയിട്ട് ഹൗസ് ഷോസ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റിച്ചിങ് തുടങ്ങിയ ജോലികളിലൊക്കെ ഏർപ്പെടാൻ കഴിയും. എന്നാൽ ഇത്തരത്തിലുള്ള ഹസാഡസ് വർക്ക്സ് അവർ ചെയ്യാനായി പാടില്ല. ആർട്ടിക്കിൾ 25 ഫ്രീഡം ഓഫ് കോൺഷ്യസ്നസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. കോൺഷ്യസ്നസ്
A person may or may not choose to follow any religion. Right to profess. One can declare his or her religious belief and faith openly and freely. Right to practice. Performance of religious worship, rituals, ceremonies, and exhibition of belief and ideas. Right to propagate. Persuading people to convert from one religion to another. Article 25 Freedom of Conscience and Free Profession, Practice and Propagation of Religion എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കൺസൈൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു മതത്തെ ഫോളോ ചെയ്യാനോ ഫോളോ ചെയ്യാതിരിക്കാനോ ഉള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു പ്രൊഫസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക മതത്തെ അദ്ദേഹം സ്വീകരിച്ച് അതിനെ ഫ്രീ ഓപ്പൺലി അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിനുള്ള അവകാശമുണ്ട്. അതേപോലെ റൈറ്റ് ടു പ്രാക്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രത്യേക മതത്തിലെ എല്ലാ റിലീജിയസ് വർഷിപ്പ്, അതുപോലെ റിച്വൽസ്, സെറമണീസ്, ഇത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനായി അദ്ദേഹത്തിനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ വ്യക്തികളെ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പെർസ്യൂഡ് ചെയ്യാനുള്ള റൈറ്റും അദ്ദേഹത്തിനുണ്ട്. ആർട്ടിക്കിൾ 26 ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. Every religious denomination has the right to establish and maintain institutions for religious charitable purpose, empowers the religious denomination to manage their own affairs in matter of religion. Right to own and acquire movable and immovable property and the right to administer such property is also provided to every religious denomination. The right provided under Article 26 are also subject to public order, morality and health. ആർട്ടിക്കിൾ 26 പ്രകാരം എവ്രി റിലീജിയസ് ഡിനോമിനേഷൻസിനും അവരുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസിനായി നടത്തിക്കൊണ്ടുപോകാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഡെയിലി ലൈഫ് അഫയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും. അതുപോലെ തന്നെ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്യൂർ ചെയ്യാനും ഉള്ള റൈറ്റ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 26 പ്രകാരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പബ്ലിക് മൊറാലിറ്റിയെയും പബ്ലിക് ഓർഡറിനെയും ഹെൽത്തിനെയും ബാധിക്കുന്ന രീതിയിലാവാനായിട്ട് പാടില്ല. ആർട്ടിക്കിൾ 27 ഫ്രീഡം ഫ്രം ടാക്സേഷൻ ഫോർ പ്രൊമോഷൻ ഓഫ് റിലീജിയൻ. No person shall be compelled to pay any taxes for the promotion or maintenance of any particular religion or religious denomination. No public money collected through taxes shall be spent for the promotion or maintenance of any particular religion, favoring, patronizing, or supporting any religion over the other is prohibited. Prohibits only levy of a tax and not a fee. The purpose of fee is to control secular administration of religious institution and not to promote or maintain religion. ആർട്ടിക്കിൾ 27 പ്രകാരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയന്റെ പുറത്തോ അല്ലെങ്കിൽ റിലീജിയസ് ഡിനോമിനേഷന്റെ പുറത്തോ എന്തെങ്കിലും തരത്തിലുള്ള ടാക്സസ് ഈടാക്കാനായി പാടില്ല. ഇത്തരത്തിലുള്ള ടാക്സസ് മാത്രമേ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ റിലീജിയസ് ഡിനോമിനേഷനുമായി ബന്ധപ്പെട്ട ഫീസസ് വന്ന് ഈടാക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 28 ഫ്രീഡം ഫ്രം അറ്റൻഡിംഗ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ. നോ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഷാൽ ബി provided in any educational institution wholly maintained out of state funds. This provision is not applicable to educational institution administered by the state or established under any endorsement or trust. No person is required to attend any religious instruction or worship without his consent in any educational institution recognized by the state or received aid out of state funds. ആർട്ടിക്കിൾ 28 പ്രകാരം സ്റ്റേറ്റ് ഫണ്ട്സിന്റെ അണ്ടറിൽ പ്രവർത്തിച്ചു വരുന്ന ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റിലീജിയസ് ഇൻസ്ട്രക്ഷൻ നൽകാനായി അധികാരമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെങ്കിലും തരത്തിലുള്ള പബ്ലിക് ട്രസ്റ്റിന്റെയോ എൻഡോഴ്സ്മെന്റിന്റെയോ അണ്ടറിലാണ് പ്രവർത്തിച്ചു വരുന്നതെങ്കിൽ ഇത് അവർക്ക് ബാധകമല്ല. അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ അണ്ടറിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റിസീവിംഗ് എയ്ഡ് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒരു വ്യക്തിയുടെ കൺസെന്റ് ഇല്ലാതെ അവരെ എന്തെങ്കിലും തരത്തിലുള്ള റിലീജിയസ് ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ വർഷിപ്പിലോ പങ്കെടുക്കാനായി നിർബന്ധിക്കാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. Every section of citizens residing in India have the right to protect and
conserve its own distinct language, script, or culture, protection to both religious, linguistic, as well as cultural minorities. No citizen shall be denied admission into any educational institution on grounds only of religion, race, caste, or language. Article 30. Right to minorities to establish and administer educational institution. Minorities shall have the following rights: right to establish and administer educational institutions such as schools, colleges, universities. ആർട്ടിക്കിൾ 29 പ്രകാരം ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും അവരുടേതായ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, അതുപോലെ കൾച്ചറിനെ ഫോളോ ചെയ്യാനുള്ള, അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ബോത്ത് റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, അതുപോലെ തന്നെ കൾച്ചറൽ മൈനോറിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏതൊരു സിറ്റിസണെയും അദ്ദേഹത്തിന് റിലീജിയന്റെയോ റേസിന്റെയോ കാസ്റ്റിന്റെയോ ലാംഗ്വേജിന്റെയോ ബേസിൽ ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ഒഴിവാക്കാനായി പാടുള്ളതല്ല. അതുപോലെ ആർട്ടിക്കിൾ 30 പ്രകാരം ഇത്തരത്തിലുള്ള മൈനോറിറ്റീസിന് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് സ്കൂൾസ്, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് നടത്തിക്കൊണ്ടുപോകാനുള്ള റൈറ്റും ഉണ്ട്. The state shall not discriminate against any educational institution managed by a minority. Article 32. Right to constitutional remedies. ആർട്ടിക്കിൾ 32 എന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ കുറിച്ചാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആവുന്ന സമയത്താണ് ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. This article provides for remedies for the enforcement of fundamental rights in case of violation. Citizens can approach the Supreme Court if they find their fundamental rights are violated or not enforced. This is done through the filing of prerogative writs, a concept borrowed from UK. Writs can be issued in High Court under Article 226. However, that is not fundamental rights as Article 32. ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആവുന്ന സാഹചര്യത്തിൽ സിറ്റിസൺസിന് ഡയറക്ട്ലി സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാനായി ഈ ആർട്ടിക്കിൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ റിറ്റ്സിന്റെ രൂപത്തിലായിരിക്കും ഇത്തരത്തിലുള്ള അപ്രോച്ച്. അതുപോലെ റിറ്റ്സ് ക്യാൻ ബി ഇഷ്യൂഡ് ത്രൂ ഹൈക്കോർട്ട് ഓൾസോ. അത് ആർട്ടിക്കിൾ 226 പ്രകാരമായിരിക്കും. എന്നാൽ ആർട്ടിക്കിൾ 32 പോലെ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അടുത്തതായി റിറ്റ്സ് നോക്കാം. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് മീൻസ് ടു ഹാവ് ദ ബോഡി ഓഫ്. റിട്ട് is issued against unlawful detention. Supreme Court or High Court orders one person who has arrested another person to bring the body of the latter before the court. The Supreme Court or High Court can issue this writ against both private and public authorities. ഈ റിട്ട് മെയിൻലി ഇൻവോക്ക് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അൺലോഫുൾ ഡിറ്റൻഷന് എതിരായിരിക്കും. അതുപോലെ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് അതോറിറ്റീസിന് മുകളിലായിട്ട് ഈ റിട്ട് ഉപയോഗിക്കാനായി സാധിക്കുന്നു. അടുത്ത റിട്ടാണ് മാൻഡമസ്. മീനിങ് ഓഫ് ദിസ് റിട്ട് is we command. This writ is used by the court to order the public official who has failed to perform his duty or refused to do his duty to resume his work. Beside public officials, mandamus can be issued against any public body, a corporation, an inferior court, a tribunal, or government, or for the same purpose. Government organizations like panchayat, municipalities, SBA, railway, colleges, schools, universities, KSFE, etc. Unlike habeas corpus, mandamus can be issued against a private individual. Mandamus cannot be issued against president, governor. ഈ റിട്ടിന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് വി കമാൻഡ് എന്നാണ്. ഇത് മെയിൻലി പബ്ലിക് ഒഫീഷ്യൽസിന് മുകളിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഒഫീഷ്യൽസിന് പുറമെ കോർപ്പറേഷൻസ്, ഇൻഫീരിയർ കോർട്ട്, ട്രിബ്യൂണൽസ്, ഗവൺമെന്റ് ഫോർ ദ സെയിം പേർപ്പസ് ലൈക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, SBI തുടങ്ങിയവയ്ക്ക് മുകളിലും ഈ റിട്ട് ഉപയോഗിക്കാനായി സാധിക്കുന്നു. എന്നാൽ ഹേബിയസ് കോർപ്പസ് പോലെ ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് മുകളിൽ ഇൻവോക്ക് ചെയ്യാനായിട്ടോ ഇഷ്യൂ ചെയ്യാനായിട്ടോ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പ്രസിഡന്റിനും ഗവർണർക്കും മുകളിലും ഇത് ഇഷ്യൂ ചെയ്യാനായി സാധിക്കുന്നതല്ല. Prohibition. Meaning of prohibition is to forbid. A court is that higher in position issued a prohibition writ against a court that is lower in position to prevent the latter from exceeding its jurisdiction or usurping
A jurisdiction that does not possess its direct inactivity. Writ of prohibition can only be issued against judicial and quasi-judicial authorities. It can be issued against administrative authorities, legislative bodies and private individuals or bodies. Writ of prohibition എന്നത് മെയിൻലി ഒരു ഹയർ കോർട്ടിൻ പൊസിഷൻ, അതിനേക്കാളും ലോവർലി സ്റ്റാറ്റസ് ഉള്ള ഒരു കോർട്ടിന് മുകളിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ലോവർ കോർട്ടിന് അതിന്റെ ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്യാതിരിക്കാനാണ് റിട്ട് ഓഫ് പ്രൊവിഷൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ക്വാസി ജുഡീഷ്യൽ ബോർഡ് അതോറിറ്റീസിന്റെയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ അതോറിറ്റീസിന്റെയോ പുറമെ മാത്രമേ റിട്ട് ഓഫ് പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. റിട്ട് ഓഫ് സെഷറി. The literal meaning of writ of certiorari is to be certified or be informed. This writ is issued by a court higher in authority to a lower court or tribunal, ordering them either to transfer a case pending with them to itself or quash their order in a case. It is issued on the grounds of an excess of jurisdiction or lack of jurisdiction or error of law. It is not only prevents but also cure for the mistake in the judiciary. റിട്ട് ഓഫ് സെഷറി ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു ലോവർ കോർട്ടിലോ അല്ലെങ്കിൽ ട്രിബ്യൂണലിലോ പെൻഡിങ് ആയിരിക്കുന്ന കേസസ് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഓർഡേഴ്സ് കോഷ് ചെയ്യാനോ ആണ്. ഇത് മെയിൻലി എക്സസ് ജൂറിസ്ഡിക്ഷൻ മൂലമോ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ജൂറിസ്ഡിക്ഷൻ മൂലമോ അല്ലെങ്കിൽ എറർ ഓഫ് ലോ മൂലമോ സംഭവിക്കുകയാണെങ്കിലാണ് ചെയ്യുന്നത്. Quo warranto. The literal meaning of the writ of quo warranto is by what authority or warrant. Supreme Court or High Court issue this writ to prevent illegal occupation of a public office by a person. Through this writ, the court inquiry into the legality of a claim of a person to a public office. This can be issued only when the substantive public office of permanent character created by a statute or by a constitution is involved. It can't be issued against private or ministerial office. Part 2 of Fundamental Rights ഇവിടെ അവസാനിക്കുകയാണ്. Thank you for watching this video. If you found this video helpful, don't forget to like, share and subscribe for more legal insights.